യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഈ നല്ല ദിവസം ദൈവവചനം കേട്ട് പ്രാർത്ഥനയോടെ ആരംഭിക്കുവാൻ സാധിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഇന്നെല്ലാവർക്കും വേണ്ടി ഈ വചനം കേൾക്കുന്ന, ഈ വചനത്തെ പറ്റി ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്നവരെ, ആ വചനം എഴുതുന്നവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. ഈ വചനത്തിലൂടെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ നാട്ടിൽ SSLCയും +1 +2 ഒക്കെ പരീക്ഷ എഴുതി മാർക്കിനു വേണ്ടി പ്രതീക്ഷയോടെ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരെല്ലാം പ്രത്യേകം പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തി അവരുടെ ജീവിതത്തിൽ നല്ല തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകാൻ, നല്ല മേഖല അവർക്ക് തിരഞ്ഞെടുക്കാൻ, ഇനി എന്ത് പഠിക്കണം, ഇനി എങ്ങോട്ട് തിരിയണം, ഇതിനെക്കുറിച്ചൊക്കെ ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ട്. ഇത് ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളാണേലും നാളെ മുതലുള്ള കുറച്ച് ദിവസങ്ങൾ, 9 ദിവസം റിസൾട്ട് വരുന്നതിന് മുമ്പ്, +1 +2 SSLC ഒക്കെ റിസൾട്ട് വന്നതിന് ശേഷം എങ്ങനെ മുന്നോട്ട് നീങ്ങണം, ഏത് കോഴ്സ് എടുത്ത് പഠിക്കണം, എങ്ങോട്ട് തിരിയണം, വിദേശത്ത് പോയി പഠിക്കണോ, ഇവിടെ നിന്നുകൊണ്ട് പഠിക്കണോ, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുറച്ച് ദിവസങ്ങളാണ്. ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു നിയോഗത്തോടെ നാളെ മുതലുള്ള ദിവസങ്ങൾ 8-9 ദിവസങ്ങൾ വചനങ്ങളെ കേൾക്കുക. അവരോടും പറയുക കേൾക്കാൻ. അതൊരു പുതിയ നല്ല ഒരു അനുഗ്രഹം അവരുടെ മേൽ വെളിപ്പെടാൻ, തെളിഞ്ഞു കിട്ടാൻ കാരണമാകും. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രത്യേകമായി കേൾക്കാൻ പോകുന്ന ഒരു വചനമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്. യെശയ്യാ 66:12. കർത്താവ് അരുളി ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. ഐശ്വര്യം നദി പോലെ അവരിലേക്ക് ഞാൻ ഒഴുക്കും. ഐശ്വര്യം എന്നൊരു വാക്ക് നല്ലൊരു സന്തോഷം തരുന്നൊരു വാക്കാണ്. ഐശ്വര്യമുള്ള വീട്, ഐശ്വര്യമുള്ള സ്ഥലം, ഐശ്വര്യമുള്ള വാഹനം, ഐശ്വര്യമുള്ള ഒരു മനുഷ്യൻ, നമ്മൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ചിലതിനെ നോക്കി നമ്മൾ പറയാറുണ്ട്, ഒരു ഐശ്വര്യമില്ലാത്ത വീടാണ്, എന്തോ ഒരു ഐശ്വര്യക്കുറവുണ്ട്. ഐശ്വര്യം അത് ദൈവം തരുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. ഐശ്വര്യമുള്ളതാണ് നമുക്കെന്നും പ്രോത്സാഹനമായും സന്തോഷമായും പ്രതീക്ഷയായും മാറുന്നത്. ഐശ്വര്യം, പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കുമ്പോൾ അതിലൂടെ നിങ്ങളിലേക്ക് ദൈവം ഒഴുക്കുന്ന ഒരു ഐശ്വര്യമുണ്ട്. ദൈവം ഒഴുക്കുന്ന ഐശ്വര്യം. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങയുടെ വചനം ഇന്ന് കേട്ടത് ഐശ്വര്യത്തെക്കുറിച്ചാണ്. ഐശ്വര്യം, എൻ്റെ വീടിന് അങ്ങയുടെ ആ ഐശ്വര്യം എനിക്ക് തരണം. തലമുറകൾക്ക് ഈ ഐശ്വര്യം വേണം. ഐശ്വര്യമുള്ള ഒരു ഭാവി നമുക്ക് വേണം. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഐശ്വര്യമുള്ളൊരു ഭാവി വേണം. ഐശ്വര്യമുള്ളൊരു ജോലി വേണം. ഐശ്വര്യമുള്ളതാണ്, ദൈവാനുഗ്രഹമുള്ളതിൻ്റെ ഒരടയാളമാണ് ഐശ്വര്യം. നമ്മളിന്ന് പ്രാർത്ഥിക്കുവാണ് ഈ വചനത്തിലൂടെ. കർത്താവ് വചനം പറയുവാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. ജനതകളുടെ ധനം, സമ്പത്ത് കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. ഐശ്വര്യവും ധനവും അടുപ്പിച്ചടുപ്പിച്ച് വച്ചിരിക്കുന്നു. ദൈവാനുഗ്രഹമുള്ള
ഒരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാൻ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവം തരുന്ന ധനമുണ്ട്, ദൈവം തരുന്ന ഐശ്വര്യമുണ്ട്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാകട്ടെ, ചെറിയ കൈക്കുഞ്ഞുങ്ങൾ തൊട്ട് ആരുമാകട്ടെ, എത്ര വയസ്സുമാകട്ടെ, എത്ര മാസമാകട്ടെ, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നിങ്ങൾ കൊച്ചുമക്കളായിരിക്കും കൂടെയുള്ളത്, കുഞ്ഞുങ്ങളായിരിക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, മക്കളുടെ മക്കൾ, ഇവരെല്ലാം മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നിട്ട് ഒന്ന് പറഞ്ഞേ, കർത്താവേ, അങ്ങ് നൽകുന്ന ആ ഐശ്വര്യം, അങ്ങ് നൽകുന്ന ആ നന്മ തലമുറകളിലേക്ക് അങ്ങ് ഒഴുക്കണമേ, തലമുറകളിലേക്ക് അങ്ങ് പകരണമേ. ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ മേടിച്ചെടുക്കാൻ ചിലരെ ദൈവം നിയോഗിക്കും. ഒരുപക്ഷെ ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ നമുക്കായി നേടിത്തരുന്നൊരു ശുശ്രൂഷയാണ്. കാര്യം 5-10 മിനിറ്റേ ഉള്ളേലും. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ദൈവാനുഗ്രഹത്തെ മേടിച്ച് തലമുറകളിലേക്ക്, ജനത്തിലേക്ക് കൈമാറാൻ കഴിയില്ല. ദൈവം തെരഞ്ഞെടുത്ത ചിലരുണ്ട്, ദൈവം നിയോഗിച്ചവരുണ്ട്. ഒരുപക്ഷെ ഞാൻ ആ സ്ഥാനത്തായിരിക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങൾ, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ആ സ്ഥാനത്തായിരിക്കാം. കാരണം നിങ്ങളായിരിക്കും ദൈവത്തിൽ നിന്ന് മുമ്പിൽ കൈ ഉയർത്തിയും പ്രാർത്ഥിച്ചും ദൈവത്തിൽ നിന്ന് ചില നന്മകളെ സ്വീകരിച്ച് അത് അടുത്ത തലമുറയിലേക്ക്, കുടുംബത്തിലേക്ക് കൈമാറിക്കൊടുക്കുവാൻ ദൈവം നിയോഗിച്ചവർ. ഒരുപക്ഷെ നിങ്ങൾ വചനം കേൾക്കുന്നു, ആ വചനം ഒരുപാട് ഗ്രൂപ്പുകളിലേക്കും സ്റ്റാറ്റസായിട്ട് ഷെയർ ചെയ്യുന്നു. നിങ്ങളായിരിക്കും അനേകർക്ക് അനുഗ്രഹത്തെ കൈമാറാൻ ദൈവം നിയോഗിച്ചവർ, ദൈവം വച്ചിരിക്കുന്നവർ. ഞാനിത് പറയാൻ കാരണം, ഞാനൊരു പള്ളിയിൽ ധ്യാനത്തിന് പോയപ്പോൾ ആ പള്ളിയിലെ പ്രിയപ്പെട്ട അച്ഛൻ നന്ദി പ്രസംഗം പറഞ്ഞു. നമ്മുടെ ഇടവകയ്ക്ക് ആ അനുഗ്രഹത്തെ മേടിച്ചു തന്ന പ്രിയപ്പെട്ട അച്ഛനെ നമുക്ക് നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ വാക്കുകൾ ശ്രദ്ധിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ദൈവത്തിൽ നിന്ന് മേടിച്ച് അവർക്കായി ലഭിക്കുന്ന ചില അനുഭവങ്ങൾ ആ ദേശത്തുണ്ടായി. നിയോഗത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കും. ദൈവത്തിൻ്റെ വചനം ആത്മാവിൽ എടുക്കുമ്പോൾ അത് സംഭവിക്കും. ദൈവത്തിൻ്റെ വചനം ദാഹത്തോടെ സ്വീകരിക്കുമ്പോൾ ഐശ്വര്യ നദി പോലെ ആ വീട്ടിലേക്ക്, ആ തലമുറയിലേക്ക്, അവരുടെ വരുമാന മാർഗങ്ങളിലേക്ക് ഐശ്വര്യ നദി പോലെ. ധനമോ, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും, വറ്റി വരണ്ട അരുവി എന്നല്ല, കവിഞ്ഞൊഴുകുന്ന, ഇഷ്ടംപോലെ വെള്ളമുള്ള വറ്റാത്ത ഉറവിയുള്ള സ്ഥലത്താണ് കവിഞ്ഞൊഴുകൽ നടക്കുക. ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന ഉറവ പോലെയും അരുവി പോലെയും ഐശ്വര്യ നദി പോലെയും ഒഴുകും. ഇത് സംഭവിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരിലും ഈ അനുഭവം ഉണ്ടാകട്ടെ. ഇന്ന് കേട്ട ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. പ്രിയപ്പെട്ടവരെ, നാളെ മുതലുള്ള 9 ദിവസം SLC പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ, +2 കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ദേശത്തായിരിക്കാം, വിദേശത്തായിരിക്കാം. നിങ്ങളുടെ സമയക്രമമൊന്നും അറിയില്ലെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, അത് പറയാൻ കാരണം, പഠിച്ച് അവർ ചില കോഴ്സ് എടുത്ത് 1-2 വർഷം കഴിയുമ്പോൾ ചിന്തിക്കും, ഇതെടുക്കണ്ടായിരുന്നു, ഇത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു അവസ്ഥ വരരുത്. പ്രാർത്ഥിച്ച് ചില കാര്യങ്ങളിൽ തുടക്കമിടുമ്പോൾ അതിലവരുടെ ഭാവി തെളിഞ്ഞു കിട്ടണം. അതിലവരുടെ ജീവിതം അനുഗ്രഹത്തിൽ ഉറയ്ക്കണം. തിരിഞ്ഞു നോക്കി ദുഃഖിക്കാൻ ഇടവരരുത്. ഇതെടുത്ത് പഠിക്കണ്ടായിരുന്നു, ഇത് സെലക്ട് ചെയ്യണ്ടായിരുന്നു, അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെ ഒന്നും ഒരു ദുഃഖം ഉണ്ടാകരുത്. ഇതെടുത്തത് നന്നായി, ഇത് പഠിച്ചത് നന്നായി, ആ രാജ്യത്ത് പോകാൻ തീരുമാനിച്ചത് നന്നായി, ആ ജോലി ചെയ്യാൻ തീരുമാനിച്ചത് നന്നായി. എന്തു കാര്യത്തിലും തിരിഞ്ഞു നോക്കി നമുക്ക് പറയാൻ കഴിയണം, അത് അനുഗ്രഹമായി. അന്ന് അങ്ങനെ ചിന്തിച്ചത് ദൈവാനുഗ്രഹമാണ്. അതുപോലുള്ള ചില നല്ല തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള 9 ദിവസങ്ങളാണ്, തിങ്കളാഴ്ച മുതലുള്ള 9 ദിവസങ്ങൾ ഒരു നിയോഗത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കുവാണ്. നിയോഗ പ്രാർത്ഥനയല്ല, ഡെയിലി ബ്ലെസ്സിങ്ങിൽ അങ്ങനെ പ്രാർത്ഥിക്കുവാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ. കർത്താവെ, കഴിഞ്ഞ ആഴ്ചകളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഈ ആലയത്തിൽ വന്നവരെ, നിയോഗം എഴുതി ഇട്ടവരെ, നിയോഗം സ്വീകരിച്ചവരെ, കൽക്കുരിശിൽ എണ്ണ ഒഴിച്ചവരെ, അവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഈ വചനം കേട്ടവരെ, ഈ വചനം യെശയ്യാ പ്രവാചകനിലൂടെ കേട്ടു, ഐശ്വര്യ നദി പോലെ ഒഴുകുന്നു. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയിലേക്ക്, ഈ തലമുറയിലേക്ക്, ആ വീട്ടിലേക്ക്, ആ ഭവനത്തിലേക്ക് ഐശ്വര്യ നദി പോലെ ഒഴുകുന്ന അനുഭവം ഉണ്ടാകണമേ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആ വചനം യാഥാർത്ഥ്യമാകട്ടെ. എന്തെങ്കിലും ഐശ്വര്യക്കുറവോ ഒക്കെ ഉണ്ടെന്ന് തോന്നിയാലും ആ കുറവ് പരിഹരിക്കപ്പെടട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, ആപത്ത്, അനർത്ഥങ്ങൾ സകലതും വ്യക്തികളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. നിലനിൽക്കുന്ന ദൈവാനുഗ്രഹമുള്ള ധനമുണ്ടാകട്ടെ. നല്ല തുടക്കങ്ങൾ ഉണ്ടാകട്ടെ. പുതിയ ബിസിനസ്സുകൾ ഉണ്ടാകാൻ കാരണമാകട്ടെ. നല്ല തീരുമാനങ്ങൾ ഉണ്ടാകാൻ കാരണമാകട്ടെ. പുതിയ തുടക്കങ്ങൾ ഉണ്ടാകട്ടെ. മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. കുഞ്ഞുങ്ങൾ നല്ല സ്വഭാവത്തിൽ ദൈവാനുഗ്രഹത്തിൽ വളർന്നു വരാൻ ഭാഗ്യമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ, നിങ്ങളുടെ ഭവനത്തെ, ഈ വചനം കേട്ടവരെ, അയച്ച് കൊടുത്തവരെ, സ്വീകരിച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സാധ്യമായ എല്ലാവരിലേക്കും ഈ വചനങ്ങളൊക്കെ എത്തിക്കുക. ആ വചനം അവർക്കും നിങ്ങൾക്കും ഒക്കെയും അനുഗ്രഹമായി മാറട്ടെ. നാളെയും 5:30 കാണുന്നതുവരെ ഉള്ളം കയ്യിലെന്ന പോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.